Hello students, welcome back to Concept Angle Digital Classes. I am Nibble, faculty in chemistry. In this session we will discuss the second chapter in plus 2 chemistry, that is solutions. So we are starting a new chapter in 12th chemistry, solutions. Okay, നമ്മൾ solid state ശേഷം വരുന്ന chapter ആണ് solutions. Oh, what do you mean by a solution? അപ്പോൾ നമ്മൾ വളരെ ഫെമിലിയർ ടേം ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ that is made up of two components, one is solute and solvent. You are very much familiar about with these terms, solute and solvent. Okay, and let's see something about solutions. What do you mean by a solute? Solute എന്ന് പറയുന്നത് എന്താണ്, സോൾവെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂട്ട് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. സോൾവെൻ്റ് എന്ന് പറയുന്നതും സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. The solute is the part of the solution that is being dissolved, usually the lesser amount, uniformly spread in the solvent. The part of the solution that dissolves the solute, solute dissolve in, and usually the greater amount, and that is called solvent. Very common terms and familiar terms. That is parts of a solution. If two parts of solution are mixed, that is called solution. And if only two components, that means if one solute and one solvent, that is called a binary solution. Binary solution. ഇപ്പോൾ ഇനി അത് പിന്നെ ഇവിടെ രണ്ട് സൊല്യൂട്ട് ഒരു സോൾവെൻറ്റ് അങ്ങനെയാണെങ്കിൽ അവിടെ മൂന്ന് കമ്പോണൻസ് വരും. അപ്പോൾ അത് ടെർണറി സൊല്യൂഷൻ ആവും. ടെർണറി സൊല്യൂഷൻ ചിലപ്പോൾ നമ്മൾ ഒ ആർ എസ് സൊല്യൂഷനൊക്കെ എടുത്താൽ അതിൽ വാട്ടർ ഉണ്ട്, സാൾട്ട് ഉണ്ട്, ഷുഗർ ഉണ്ട്. അതൊരു ടെർണറി സൊല്യൂഷനാണ്. ഷുഗർ സൊല്യൂഷൻ ഈസ് ബൈനറി സൊല്യൂഷൻ. നമ്മൾ കൂടുതലായിട്ട് സൊല്യൂഷൻസ് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ദ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ചാപ്റ്ററിലേക്ക് ഇങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. അതിനാവശ്യമായ കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഇൻ ദ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് സം ഓഫ് ദ ടേംസ്. സോൾവേഷൻ. വാട്ട് ഈസ് സോൾവേഷൻ? സപ്പോസ് NaCl is dissolved in water. NaCl is a solid that is dissolved in water, Na++ Cl-. ഇതിനെ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് കോൾഡ് ഡിസോസിയേഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡിസോസിയേറ്റഡ് ആകുമ്പോൾ നമ്മളിവിടെ എഴുതും ദാറ്റ് ഈസ് അക്വസ്, Cl- aqueous. Actually what is happening? Water, you know, water is a polar molecule. Water is a polar molecule having a delta plus here, 2 delta minus. That means it is polar, having poles. അപ്പോൾ അതിനെ ഞാൻ ജനറലി റെപ്രസെൻറ്റ് ചെയ്യാണ് having a plus end and having a minus end. Okay, that's a polar molecule having unsymmetric structure. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു NaCl ഡിസോൾവ് ചെയ്യുമ്പോൾ ഈ Na+ഉം Cl- തമ്മിൽ ഗ്രേറ്റർ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. സോളിഡ് സ്റ്റേറ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേ ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ബിക്കോസ് ദേ ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് ഹാവിങ് മോർ ഗ്രേറ്റർ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ കാറ്റയോൺ ആൻഡ് ആനയോൺ. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഡിസോസിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ ഒരു Na+ഉം Cl- വരുമ്പോൾ Na+നെയും Cl- സെപ്പറേറ്റ് ചെയ്ത് ഡിറ്റാച്ച് ചെയ്യുന്നത് ആരാണ്? ഈ വാട്ടർ മോളിക്യൂളാണ്. ഹൗ എ വാട്ടർ മോളിക്യൂൾ ഈസ് ഡൂയിങ് ദാറ്റ്? ഓക്കെ, വാട്ടർ മോളിക്യൂൾ എങ്ങനെ ചെയ്യുന്നത്? വാട്ടർ മോളിക്യൂൾ അതിൻ്റെ നെഗറ്റീവ് എൻഡുമായിട്ട് ഇതിൻ്റെ അടുത്തേക്ക് വരും. മൈനസ് പ്ലസ് വാട്ട് എവർ ഇറ്റ് മേ ബി ദ ഡെഫിനിഷനൊക്കെ നമുക്ക് നോക്കാം. ദിസ് ഈസ് സിംപ്ലി സോൾവേഷൻ ഓഫ് Na+ അയോൺ. സോൾവേഷൻ. വാട്ട് ഈസ് സോൾവേഷൻ എന്ന് ചോദിച്ചാൽ ആക്ച്വലി Na+നെ, അതായത് അയോണുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് സോൾവേഷൻ? സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോൾവേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കവറിങ് ദ സൊല്യൂട്ട്, കവറിങ് ദ അയോൺസ് ബൈ എ ഷീറ്റ് ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾ. The solute particles are covered by a sheath of solvent molecule. That is simply solvation. Okay. Solvation എന്ന് പറഞ്ഞാൽ അതാണ്. ആൻഡ് ഇഫ് വാട്ടർ ഈസ് ദ സോൾവെൻറ്റ്, വേറെയും സോൾവെൻറ്റുകൾ ഉണ്ടല്ലോ. ഇഫ് വാട്ടർ ഈസ് ദ സോൾവെൻറ്റ്, ദാറ്റ് സോൾവേഷൻ ഈസ് കോൾഡ് ഹൈഡ്രേഷൻ. അപ്പോൾ ഇത് ഹൈഡ്രേഷൻ ആണ്. സോൾവേഷൻ എക്സാമ്പിളാണ് ഹൈഡ്രേഷൻ, കവറിങ്. അപ്പോൾ ഇതേപോലെ തന്നെ ആരെയും എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. Cl- കവർ ചെയ്തിട്ടുണ്ട്. Cl- ഇവിടെ വന്നിട്ടുണ്ട്. ആ Cl- വാട്ടറിൻ്റെ പോസിറ്റീവ് എൻഡുമായിട്ട്, പോസിറ്റീവ് എൻഡ്. അപ്പോൾ ഈ Na+നും Cl- തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻ്ററാക്ഷൻ പോസിബിൾ അല്ല.
ആ ഇൻറ്ററാക്ഷൻ കുറയുന്നുണ്ട്. ദിസ് ഇൻറ്ററാക്ഷൻ ഈസ് ലെസ്. അതുകൊണ്ട് അവർ തമ്മിൽ അട്രാക്റ്റഡ് ആവത്തില്ല. അങ്ങനെ അട്രാക്റ്റഡ് ആവാതെ ഡിറ്റാച്ച് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന പ്രോസസ്സാണ് സോൾവേഷൻ. ആൻഡ് ഇഫ് ദ വാട്ടർ ഈസ് ദ സോൾവെൻറ്റ് ദാറ്റ് ഈസ് കോൾഡ് ഹൈഡ്രേഷൻ. ഓക്കെ, അപ്പോൾ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സോൾവേഷൻ? ക്ലിയർ? നമുക്കതിൻ്റെ ഡെഫിനിഷനിലേക്ക് നോക്കാം. Solvation is the term given in the interaction between solvent and solute. We discussed. If the solvent is water, the reaction is called, the interaction is called, what is the interaction is called? Hydration. Adu nammal paranju. Water is the most common polar solvent. Water ne polarity undu. Okay. Pinne ivide solute ne solvent ne definition aanu namakku avashyamilla. Appo solvation is the term used for the interaction of solvent. Allengil namakku inganeyum parayam, it is a process by which the solute particles are covered. The good idea, covered by a sheath of solvent molecules. നമ്മളിപ്പോൾ കണ്ടു എങ്ങനെയാണത് കവർ ചെയ്തത്, സോൾവെൻറ്റ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ്, യു നോ ദിസ്, ദാറ്റ് ഈസ് കോൾഡ് സോൾവേഷൻ. ആൻഡ് ഇഫ് ദ വാട്ടർ ഈസ് ദ സോൾവെൻറ്റ് ദാറ്റ് ഈസ് കോൾഡ് ഹൈഡ്രേഷൻ. അപ്പോൾ ഏതൊക്കെ സോൾവെൻറ്റ് നിങ്ങൾക്കറിയാം? വാട്ടർ ഈസ് നോൺ ആസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ സൊല്യൂട്ടുകളും എന്ത് ചെയ്യും? അതിൽ ഡിസോൾവ് ചെയ്യും. വൈ വാട്ടർ ഈസ് നോൺ ആസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്? അല്ലെങ്കിൽ വാട്ടറിന് എങ്ങനെയാണ് ഇത്രയും ആളുകളെ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്നത്? അപ്പോൾ അവിടെ ഒരു ടേം ഉണ്ട്, that is called dielectric constant. Dielectric constant. Actually, dielectric constant measure the permittivity of a solute into a solution. Okay, actually into a solution means into a solvent to make a solution. അപ്പോൾ സൊല്യൂട്ടിന് പെർമിയബിൾ ആക്കാൻ സോൾവെൻറ്റിൻ്റെ പവറാണ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്. എന്ന് വെച്ചാൽ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് മെഷർ ദ എബിലിറ്റി ഓഫ് ദ സോൾവെൻറ്റ് ടു ഡിസോൾവ് ദ സൊല്യൂട്ട്. അപ്പോൾ ഇവിടെ നോക്കുക, സോൾവെൻസിൽ പോളാറുണ്ട്, നോൺ പോളാറുണ്ട്. പോളാർ ഈസ് ഓൾസോ ദർ, നോൺ പോളാർ ഈസ് ഓൾസോ ദർ. ഓക്കെ, പോളാറിന് എക്സാമ്പിൾ ആണ് H2O, പൊളാരിറ്റി ഉണ്ട്. നോൺ പോളാറിന് എക്സാമ്പിൾ ആണ് എന്ത്? CH4, മീതെയിൻ. അതേപോലെ CCl4, methane is a gas. Let's take CCl4. CCl4 is methane also non-polar. That is a non-polar solvent. Non-polar. അതേപോലെ hexane. What is hexane? C6H12. This is also non-polar. Water is methanol. Alcohol is polar. So polar and non-polar solvent. And the common measure of solvent polarity, the dielectric constant measure the solvent's polarity. Dielectric constant measure the solvent's polarity. That is one point. Okay. Dielectric constant a measure of solvent's ability to insulate opposite charges from one another. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നത്. എന്ത് ചെയ്യാണ്? നേരത്തെ നമ്മൾ സോൾവേഷൻ പറഞ്ഞു, Na+ ഉണ്ട്, Cl- ഉണ്ട്. Na+ Cl- ഉള്ളിടത്ത് നമ്മൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഇൻട്രാക്ട് ചെയ്താൽ അവരെന്ത് ചെയ്യും? സോളിഡ് സ്റ്റേറ്റിലേക്ക് വരും, ഫ്രീ അയോൺസ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സോൾവെൻറ്റ് ആക്ട് ചെയ്യണം, ഇവരെ രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ. ആ എബിലിറ്റിയാണ് മെഷർ ഓഫ് എ സോൾവെൻറ്റ്സ് എബിലിറ്റി ടു ഇൻസുലേറ്റ് ഓപ്പോസിറ്റ് ചാർജസ്. ഇതിനെ ഇൻസുലേറ്റ് ചെയ്ത് നിർത്തുക എങ്ങനെയാണ്? ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് സോൾവേറ്റ് ചെയ്തിട്ട്. ഇതിനെ ഇൻസുലേറ്റ് ചെയ്ത് നിർത്തുക എങ്ങനെയാണ്? ഇതിനെ സോൾവേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ opposite charges from one another. It is a measure of solvent's ability to insulate opposite charges from one another. അങ്ങനെ ഇൻസുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് സൊല്യൂബിൾ ആവുന്നത്. അപ്പോൾ സൊല്യൂബിലിറ്റീൻ്റെ ഒരു മെഷർ കൂടിയാണ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് തരുന്നത്. ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്, ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എ സോൾവെന്റ് ദ സ്മോളർ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അയോൺസ് ഓഫ് ഓപ്പോസിറ്റ് ചാർജ്. അപ്പോൾ Na+ Cl- അതാണ് ഓപ്പോസിറ്റ് ചാർജഡ് അയോൺസ്. Na+ Cl- തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറക്കുകയാണ് ചെയ്യുക എപ്പോൾ? ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കൂടുമ്പോൾ. അപ്പോൾ ഹയർ ദ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്, there is a decrease in the interaction between ions of opposite charge. For example, interaction between Na+ and Cl- in case of NaCl dissolved in that solvent. Okay, അപ്പോൾ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കൂടുന്നതിനനുസരിച്ച് ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറയും. ആ ഇൻട്രാക്ഷൻ കുറയുന്നതിനനുസരിച്ച് അത് കൂടുതൽ സൊല്യൂബിൾ ആവും. അപ്പോൾ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കൂടിയിട്ടുള്ള സോൾവെൻറ്റുകൾക്ക് കൂടുതൽ സൊല്യൂട്ടുകൾ, അതായത് പ്രത്യേകിച്ച് അയോൺസ് ഉണ്ടാക്കുന്ന സൊല്യൂട്ടുകളെ, സാൾട്ടായിട്ടുള്ള സൊല്യൂട്ടുകളെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ
പോളാർ സോൾവെൻറ്റിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഗ്രേറ്റർ ദാൻ 15 ആണ്. നോൺ പോളാർ സോൾവെൻറ്റിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ലെസ് ദാൻ 15 ആണ്. ആൻഡ് ഫോർ വാട്ടർ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ഫോർ വാട്ടർ, example for water, the dielectric constant is equal to 18. Dielectric constant is very high dielectric constant, okay? You know this. Very high dielectric constant, that means it's a good solvent. It is a universal solvent for ionic salts. Even not only for ionic compounds, it also dissolves covalent compounds. For example, if you take HCl, this is a covalent molecule. When dissolved in water, it will form ion. എങ്ങനെയാണ്? ബൈ സോൾവേഷൻ. കവാലൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നത്. അയോണിക് ബോണ്ട് ഓൾറെഡി അയോണിക് ആണ്, അയോൺസ് ആണ്. കൊവാലൻ ബോണ്ട് അയോണുകളല്ല, ബട്ട് അയോൺസ് ആർ ഫോംഡ് ഇൻ സൊല്യൂഷൻ ഡ്യൂ ടു ദ എബിലിറ്റി ഓഫ് ദി സോൾവെന്റ് ലൈക്ക് വാട്ടർ ടു സെപ്പറേറ്റ് ദ ഓപ്പോസിറ്റ് ചാർജസ് ബൈ ഇൻസുലേഷൻ. ആ ഇൻസുലേഷൻ എന്ന് വെച്ചാൽ ഇതിന് ചുറ്റും ഉള്ള കവറിങ്, ആ ഇൻസുലേഷൻ ആണ് ഇവിടെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. ഇത്ര മനസ്സിലാക്കേണ്ടത്, ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് എ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് എ സോൾവെന്റ് to insulate the opposite charges and thereby helping for solvation and thereby helping to make the solution. Okay, and let's see, while making a solution, ഒരു സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഒന്ന് രണ്ട് പ്രോസസ്സുകളുണ്ട്. ആദ്യം സൊല്യൂട്ട് ഉണ്ട്. സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എ എന്ന് പറയുന്ന ഒരു സൊല്യൂട്ട് that is combining with the B, that makes a solution. This is a solute, this is a solvent, and that combines to form the solution. Okay, അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു കേസിലും എ എന്ന് പറയുന്ന ഒരു ആളുള്ള ബീക്കർ, ബി എന്ന് പറയുന്ന ഒരാളുള്ള ബീക്കർ, ഇതിനെ രണ്ടിനെ ആഡ് ചെയ്തിട്ട് ഇറ്റ് ഫോംസ് സൊല്യൂഷൻ. അപ്പോൾ ആ സൊല്യൂഷനിൽ ആദ്യം എന്തുണ്ടാവും? എ ഉണ്ടാവും. എ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എസ് വിൽ ബി പ്രസൻറ്റ്. അതേപോലെ ഇവിടെ ബി ഉണ്ടാവും. വാട്ടർ ആണെങ്കിൽ ലോട്ട് ഓഫ് വാട്ടർ മോളിക്യൂൾസ് വിൽ ബി ദർ. ഇവിടെ എയും ഉണ്ടാവും, ബിയും ഉണ്ടാവും. എ കോമ്പൗണ്ടും ബി കോമ്പൗണ്ടും ഹോമോജീനിയസ്ലി മിക്സ്ഡ് ടു ഫോം എ സൊല്യൂഷൻ. സോ ദിസ് ഈസ് സൊല്യൂട്ട്, ദിസ് ഈസ് സോൾവെൻറ്റ്, and this is solution. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എയും തമ്മിൽ എന്തുണ്ട്? ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. ചിലപ്പോൾ ഹൈഡ്രജൻ ബോണ്ടോ, നിങ്ങൾക്കറിയാലോ, ഞാൻ അതിൻ്റെ അതിലേക്ക് പോകുന്നില്ല. വാൻഡർവാൾസ് ഫോഴ്സസ് ഏതെങ്കിലും ഹൈഡ്രജൻ ബോണ്ടോ അല്ലെങ്കിൽ ഡൈപോൾ ഇൻട്രാക്ഷനോ ഈവൻ അറ്റ്ലീസ്റ്റ് ഒരു ലണ്ടൻ ഫോഴ്സോ എങ്കിലും ഉണ്ടാവാം. വാട്ടർ ആണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരു ഹെക്സൈനൊക്കെ ആണെങ്കിൽ അവിടെ ഡൈപോൾ ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇവിടെ എന്തുണ്ടാവാം? എ ഇൻട്രാക്ഷൻ ഉണ്ടാവാം, എ ബി ഇൻട്രാക്ഷൻ ഉണ്ടാവാം. എ ബി ഇൻട്രാക്ഷൻ പുതുതായിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഒരു സൊല്യൂഷൻ എടുത്താൽ അവിടെ എ ബി ഇൻട്രാക്ഷൻ, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്താണ്? എയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും? സോൾവേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പുതുതായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ദാറ്റ് ഈസ് എ ബി ഇൻട്രാക്ഷൻ. ഓക്കെ, കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എ ഇൻട്രാക്ഷൻ ഉണ്ട്, ഇവിടെ ബി ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ എ ഇൻട്രാക്ഷൻ എന്ത് ചെയ്യണം? ആദ്യം ബ്രേക്ക് ചെയ്യണം. ദാറ്റ് ഈസ് എ പോയിന്റ്. സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ എയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ബ്രേക്ക് ചെയ്യണം. NaCl ആണെങ്കിൽ Na പ്ലസും Cl മൈനസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ബ്രേക്ക് ചെയ്യണം. അതേപോലെ വാട്ടറിന് അല്ലെങ്കിൽ സോൾവെൻറ്റിൻ്റെ ഇൻട്രാക്ഷനും ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ΔH പോസിറ്റീവ് ആയിരിക്കും. സൊല്യൂട്ടിൻ്റെ ΔH പോസിറ്റീവ് ആയിരിക്കും. ഇതിൻ്റെ ΔHും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ? എനർജി റിക്വയർഡ് ടു ബ്രേക്ക് എൻ അട്രാക്റ്റീവ് ഫോഴ്സ്. ഒരു അട്രാക്റ്റഡ് ആയിട്ടുള്ള ആളെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ വി ഷുഡ് പ്രൊവൈഡ് എനർജി. ΔH ഇസ് പോസിറ്റീവ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ΔH ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെയോ? അപ്പോൾ പിന്നീട് അവിടെ എന്ത് ചെയ്യണം? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഫോം ചെയ്യണം. എനർജിയൊക്കെ കിട്ടിയ എയും എനർജി കിട്ടിയ ബിയും കൂടി വന്നിട്ട് അവർ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാക്കുമ്പോൾ അട്രാക്റ്റഡ് ആവുക എന്ന് വെച്ചാൽ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. റിപ്പൽഡ് ആവുക എന്ന് വെച്ചാൽ എന്താണ്? അവിടെ എനർജി കിട്ടിയിട്ടാണ് പോകുന്നത്. റിപ്പൽ ചെയ്യുക. ഓക്കെ, അട്രാക്റ്റഡ് ആവുക എന്ന് വെച്ചാൽ എനർജി റിലീസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ΔH ഈസ് നെഗറ്റീവ് എന്ന് വെച്ചാൽ ΔH ലെസ് ദാൻ 0 ആണ്.
അപ്പോൾ ഞാനിതിന് ഡെൽറ്റ എച്ച് വൺ എന്ന് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ഡെൽറ്റ എച്ച് ടു ഈസ് ദ എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ദ സോൾവെൻറ്റ് മോളിക്യൂൾസ്, സോൾവെൻറ്റ് പാർട്ടിക്കിൾസ്, ആൻഡ് ഡെൽറ്റ എച്ച് ത്രീ ഈസ് ദ എനർജി റിലീസ്ഡ് when the solution is formed from the constituent ions or constituent particles from solute and solvent. അതായത് ഇവിടെ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ളതും സൊല്യൂട്ടിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും അയോൺസും സോൾവെൻറ്റിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും സോൾവേറ്റഡ് ആയിട്ട് സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ കിട്ടിയ എനർജി റിലീസ് ചെയ്യുന്ന അതേ സെയിം എമൗണ്ട് ഓഫ് എനർജി അല്ല, റിലീസ് ചെയ്തുകൊണ്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഇത്. അപ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്. അപ്പോൾ അതെന്താണ്? ദാറ്റ് ഈസ് എക്സോതെർമിക്. എക്സോതെർമിക്. ഇതെന്താണ്? ഈ പ്രോസസ്സ് എൻഡോതെർമിക്. എൻഡോതെർമിക്. ഈ പ്രോസസ്സോ ഇതും എൻഡോതെർമിക് ആണ്. അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമ്പോൾ ആദ്യം എ ഇൻട്രാക്ഷൻ ബ്രേക്ക് ചെയ്യുന്നു, ബി ഇൻട്രാക്ഷൻ ബ്രേക്ക് ചെയ്യുന്നു, എ ബി ഇൻട്രാക്ഷൻ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഞാൻ സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് പറഞ്ഞത്. ആദ്യം ബ്രേക്കിംഗ് ഓഫ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സൊല്യൂട്ട്, ബ്രേക്കിംഗ് ഓഫ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സോൾവെൻറ്റ് ആൻഡ് മേക്കിംഗ് ഓഫ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് പാർട്ടിക്കിൾ എന്ന് സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് പറഞ്ഞത്. ആൻഡ് I would like to recall the concept. I would like to recall the Hess's law from thermodynamics. What is Hess's law? Hess's law. Hess's lawയിൽ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോൾ A is becoming D. അവിടെ ഒരു എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഉണ്ട്. ഞാനിവിടെ A is becoming B, അവിടെ ഒരു എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് വൺ. B is becoming C, അത് ഡെൽറ്റ എച്ച് ടു, ആൻഡ് C is becoming D, ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ത്രീ. അപ്പോൾ രണ്ട് രീതിയിൽ ഇവിടെ A D ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഒന്ന് A ഡയറക്ട്ലി, ഒന്ന് A ഇൻഡയറക്ട്ലി ത്രൂ ദ ഇൻ്റർമീഡിയറ്റ്സ് B ആൻഡ് C. അങ്ങനെയാണെങ്കിൽ ഈ എൻതാൽപ്പിൻ്റെയും സമ്മായിരിക്കും ഇത്. ദാറ്റ് ഈസ് ഡെൽറ്റ ആർ എച്ച് ഇസ് ഇക്വൽ ടു ഡെൽറ്റ എച്ച് വൺ പ്ലസ് ഡെൽറ്റ എച്ച് ടു പ്ലസ് ഡെൽറ്റ എച്ച് ത്രീ. ഒന്ന് റിമൈൻഡ് ചെയ്തു എന്നേ ഉള്ളൂ, നിങ്ങളത് തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നത്. ദാറ്റ് ഈസ് Hess's law of constant heat summation. Okay, Hess's law states that the enthalpy change in a chemical reaction is same whether it takes place in a single step or several steps. സ്റ്റെപ്പുകൾ എത്ര ആയിക്കോട്ടെ, മൊത്തം എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും. അത് ഡയറക്റ്റ് നടന്നാലും ഇൻഡയറക്റ്റ് നടന്നാലും. ഇൻഡയറക്റ്റ് നടക്കുമ്പോൾ എന്താണ്, ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടാവും. ആ സ്റ്റെപ്പുകളുടെ എല്ലാം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നടക്കുമ്പോൾ എൻതാൽപ്പി ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് Hess's law ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. അത് മനസ്സിലാക്കിയിട്ട് യു ജസ്റ്റ് കം ബാക്ക് ടു ഹിയർ. ഇവിടെ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതിലേക്ക് തിരിച്ചു വരികയാണ്. നോക്കാം, ഇവിടെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇവിടെ നമുക്ക് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. അത് സെപ്പറേറ്റഡ് ആയപ്പോൾ അവിടെ ഒരു ഡെൽറ്റ എച്ച് ടു എന്നാണ് കൊടുത്തത്. ദറ്റ് ഈസ് ഡെൽറ്റ എച്ച് ടു ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ ഡെൽറ്റ എച്ച് ടു ഈസ് പോസിറ്റീവ്. ഇവിടെ സോൾവെൻറ്റ് മോളിക്യൂൾ, അതാണ് 1 കൊടുത്തത്. സോൾവെൻറ്റ് മോളിക്യൂൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്, സോൾവെൻറ്റ് മോളിക്യൂളും സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ആ സമയത്ത് ഡെൽറ്റ എച്ച് വൺ ഈസ് ഗിവൺ ഫോർ സോൾവെൻറ്റ്, ദാറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. എന്ന് വെച്ചാൽ ദീസ് ടു പ്രോസസ് ആർ എൻഡോതെർമിക്. സോൾവെൻറ്റ് സെപ്പറേറ്റഡ് ആയി, സൊല്യൂട്ടും സെപ്പറേറ്റഡ് ആയി. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എച്ച് ഓഫ് സൊല്യൂഷൻ ഇവിടെ എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഈ സൊല്യൂട്ടും സോൾവെൻറ്റും ഡയറക്റ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഡെൽറ്റ എച്ച് ഓഫ് സൊല്യൂഷൻ ഈസ് ഫോമിങ് ഹിയർ. ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഇങ്ങോട്ടേക്ക് സൊല്യൂഷൻ ഫോം ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനത്തിൽ വരാം. ഇവിടെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സോൾവെൻറ്റും ഇവിടെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സൊല്യൂട്ടും രണ്ടും സെപ്പറേറ്റഡ് പാർട്ടിക്കിൾസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് സോൾവെൻറ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇവിടുന്ന് സൊല്യൂട്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. രണ്ടും കൂടി ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. സെപ്പറേറ്റഡ് പാർട്ടിക്കിൾ, ഇത് സോൾവെൻറ്റിൻ്റെ പാർട്ടിക്കിൾസ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദിസ് ഈസ് ദ പാർട്ടിക്കിൾസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ടായപ്പോൾ ഒരു എൻതാൽപ്പി, ഇവിടെ ഡെൽറ്റ എച്ച് ടു പോസിറ്റീവാണ്, ഇവിടെ ഡെൽറ്റ എച്ച് വൺ പോസിറ്റീവാണ്. എന്നിട്ട് അവിടെ നിന്നും എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ അങ്ങോട്ടേക്ക് ഫോം ചെയ്യാണ്. അതായത് രണ്ടും കൂടി ഇൻട്രാക്ട് ചെയ്തിട്ട് ഇറ്റ് മേക്സ് എ സൊല്യൂഷൻ. അപ്പോൾ അവിടെ ഡെൽറ്റ എച്ച് ത്രീ, ആ ഡെൽറ്റ എച്ച് ത്രീ എക്സോതെർമിക് ആണെന്ന് ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് നെഗറ്റീവ്.
നെഗറ്റീവ്. അപ്പോൾ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻസ്, സംടൈംസ് ഇറ്റ് മേ ബി ദ ടോട്ടൽ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ, സംടൈംസ് ഇറ്റ് മേ ബി എക്സോതെർമിക് ഓർ സംടൈംസ് ഇറ്റ് മേ ബി എൻഡോതെർമിക്, ദാറ്റ് ഡിപ്പെൻസ്. അപ്പോൾ ഇവിടെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? അതായത് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, ഇത് ഡയറക്റ്റ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഡയറക്റ്റ് ഉള്ളതാണ് നമ്മളുടെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പുകളുടെ സം ആയിരിക്കും. ഈ സ്റ്റെപ്പുകളുടെ സം എന്ന് വെച്ചാൽ സം ഓഫ് ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3. സോ ദാറ്റ് ഈസ് ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3. സോ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഈസ് ദ സം ഓഫ് ദീസ് 3 എൻതാൽപ്പീസ്. ഈ സമ്മ് നെഗറ്റീവ് ആവുകയാണെങ്കിൽ, ചിലപ്പം ഇതിൻ്റെ പോസിറ്റീവ് ചാർജിനേക്കാളും കൂടുതലുണ്ടാവും ഈ നെഗറ്റീവ് എങ്കിൽ, ദാറ്റ് വിൽ ബിക്കം എക്സോതെർമിക് അങ്ങനെയുള്ള സൊല്യൂഷൻ ഫോർമേഷനും ഉണ്ട്. എന്നാൽ മോസ്റ്റ് ഓഫ് ദ കേസസിലും എൻഡോതെർമിക് വരാം. കാരണം എന്താ? ഡെൽറ്റ H1 ഡെൽറ്റ H2 രണ്ടിനും കൂടി സമ്മ് ഒരു ഹയർ പോസിറ്റീവ് ആവും. ഇവിടെ റിലീസ് ചെയ്യുന്ന എനർജി അതിനേക്കാൾ കുറവാണെങ്കിൽ ഈ കേസിൽ കാണിച്ചതുപോലെ ഡെൽറ്റ H ഓഫ് സൊല്യൂഷൻ ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ H പോസിറ്റീവ് ആവും. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഈസ് ദ സം ഓഫ് 3 types of enthalpies, and that is calculated by using SS law. What are the enthalpies? And the energy required to separate the solvent molecule, delta H1, the energy required to separate the solute molecule, delta H2, and the energy released when these solvent molecules are solvating the solute molecules to make the solution. Enthalpy released while making the solution from the separated solvent molecule and solute molecule, അല്ലെങ്കിൽ solute particles. അപ്പോൾ ദിസ് ഈസ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ, ദിസ് ഈസ് എ തെർമോഡൈനാമിക്സ് ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു ഹൗ എ സൊല്യൂഷൻ ഈസ് ഫോംഡ് ആൻഡ് വാട്ട് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച്, വാട്ട് ഈസ് ദ തെർമോഡൈനാമിക്സ് ഓഫ് സൊല്യൂഷൻ ഫോർമേഷൻ, ആൻഡ് വാട്ട് ഈസ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, വാട്ട് ഈസ് സോൾവേഷൻ എക്സെട്ര, ഹൈഡ്രേഷൻ എക്സെട്ര. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് ഒരു സൊല്യൂഷനെ പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കമ്പൽസറി ആയിട്ടുള്ള നെസസറി ആയിട്ടുള്ള ഒരു ടേംസ് ആണ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആസിഡ്, ഡൈല്യൂട്ട് ആസിഡ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കോൺസെൻട്രേറ്റഡ് ആൽക്കലി, ഡൈല്യൂട്ട് ആൽക്കലി. വാട്ട് ഡസ് ദിസ് കോൺസെൻട്രേഷൻ മീൻസ്? ഓക്കെ, എപ്പോഴാണ് കോൺസെൻട്രേറ്റഡ് എന്ന് പറയുന്നത്, എപ്പോഴാണ് ഡൈല്യൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഡൈല്യൂട്ട് കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ടേംസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്. ഓക്കെ, ടേംസ് യൂസ്ഡ് ടു express concentration of solution. Concentration of solution. Terms used to express the concentration of solution. ഇതിൽ കുറേ എണ്ണം നമ്മൾ +1 സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ സിമ്പിളായിട്ട് പറഞ്ഞു പോവാം, ബട്ട് വി ഷുഡ് നോ സംതിങ് ഇൻ ഡീറ്റെയിൽ. മാസ് പെർസെൻറ്റേജ്. It is simply percentage calculate ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെ. It is simply the mass of solute mass in gram or milligram. Mass of solute divided by mass of solution. Mass of solute എന്ന് പറയുമ്പം അത് നമുക്ക് ഇവിടെ ഞാൻ ഈ ചാപ്റ്ററിൽ എല്ലാത്തിനും A എന്നോ 1 എന്നോ കൊടുത്താൽ അത് സോൾവൻ്റ് ആണ്. നമുക്കൊരു യൂണിഫോം മെത്തേഡ് ഉണ്ടാക്കാം. 1 ഓർ A. B എന്നോ തിരിച്ചും കൊടുക്കാം കേട്ടോ. B എന്നോ 2 എന്നോ കൊടുത്താൽ അത് സൊല്യൂട്ടിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. A or 1 is for solvent and B or 2 for solute. W, let's give it for mass. Okay, and M molar mass. അപ്പോൾ W1 എന്ന് വെച്ചാൽ മാസ് ഓഫ് സോൾവൻ്റ് ആണ്, W2 എന്ന് വെച്ചാൽ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. M1 എന്ന് വെച്ചാൽ മോളാർ മാസ് ഓഫ് സോൾവൻ്റ് ആണ്, M2 എന്ന് വെച്ചാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. അപ്പോൾ നമുക്ക് മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? W2 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? W1 പ്ലസ് W2 ആൻഡ് ആസ് ഇറ്റ് ഈസ് പെർസെൻറ്റേജ് ഒബ്വിയസ്ലി ഇൻറ്റു 100. ദിസ് ഈസ് മാസ് പെർസെൻറ്റേജ്. Mass percentage is represented by W by W because it is mass by mass, that is mass percentage. Mass of solute divided by mass of solution. Mass of solution is the sum of mass of solute plus mass of solvent into 100 is what? Is mass percentage. If you are taking this term only without this 100,
That is called mass fraction. Mass fraction. Explain ചെയ്യേണ്ട കാര്യമില്ല, fraction ആണ്. Fraction of solute in the mass of solution. And mass fraction into 100, mass fraction into 100 is mass percentage. Okay, clear. And the next term is very common, very similar term. ഇവിടെ നമ്മൾ മാസിൻ്റെ പെർസെൻറ്റേജ് ആണ് എടുത്തത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ടേക്ക് ദ വോളിയം പെർസെൻറ്റേജ്. സെക്കൻഡ് വൺ, വോളിയം പെർസെൻറ്റേജ്. മറ്റത് W ബാർ W ആണെങ്കിൽ V ബാർ V ആണ്. ഇസ് ഈക്വൽ ടു എന്താ ഡെഫിനേഷൻ? പഠിച്ചതാ അതൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്ന വോളിയം ഓഫ് സൊല്യൂട്ട്, വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ഷോർട്ട് ഇൻറ്റു 100. ഓക്കെ, സോ വോളിയം ഓഫ് സൊല്യൂട്ട് VA അല്ലെ V1, സോറി VB അല്ലെ V2. ഓക്കെ, V2 divided by V1 plus V2 into 100. Okay, into 100. Volume of solute plus solvent, that is solution. And this term, volume of solute divided by volume of solution, is called volume fraction. Volume fraction. Our volume fraction into 100 volume percentage. Very simple. കൂടുതൽ പറയേണ്ടതായിട്ടില്ല. It's very simple. And the next term, the third term used to express the concentration of a solution is mass by volume percentage. Mass by volume percentage, W bar V. ഒന്ന് മാസും ഒന്ന് വോള്യം. That is equal to mass of solute. മേലെ മാസ്, ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് വാട്ട്? വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 because it is in percentage. That we can write mass of solute is W2 or WB, V1 plus V2, volume of solute plus volume of solvent, that is volume of solution, into 100. അപ്പോൾ ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്, ആ ഫ്രാക്ഷന് നമുക്ക് ആസ് യൂഷ്വൽ ഇങ്ങനെ വേണമെങ്കിൽ വിളിക്കാം, ഒരു തെറ്റുമില്ല. ലിംഗ്വിസ്റ്റിക്കലി ഇറ്റ്സ് കറക്റ്റ്. മാസ് ബൈ വോളിയം ഫ്രാക്ഷൻ. Mass by volume fraction. It is generally called strength of solution. Strength of solution. Actually, strength of solution എന്ന് വെച്ചാൽ mass of solute in gram divided by volume of solution in liter ആണ്. This should be in gram, this should be in liter. This should be in gram and this should be in liter. അപ്പോൾ strength of solution is just W by V. Strength of solution. Generally, we represent the strength of a solution as a fraction of mass of solute in gram in volume of solution in liter. Okay, this is mass by volume percentage. And the next is പഠിച്ചത് തന്നെയാണ്. ഫോർത്ത് വൺ, നമ്മളിതുവരെ മാസ് വെച്ചിട്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ വോള്യം വെച്ചിട്ടാണ് പറഞ്ഞത്. ആൻഡ് എ വെരി കോമൺ ടേം പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്, ജസ്റ്റ് റിമൈൻഡിങ്, മോൾ ഫ്രാക്ഷൻ. ദറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ chi. It's not x, it should be renunciation. It looks like x and it should be chi, Greek letter chi. Okay, mole fraction chi. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു മോളിൻ്റെ ഫ്രാക്ഷൻ ആണ്. നേരത്തെ മാസിൻ്റെ ഫ്രാക്ഷൻ പറഞ്ഞു, വോള്യത്തിൻ്റെ ഫ്രാക്ഷൻ പറഞ്ഞു, മോളിൻ്റെ ഫ്രാക്ഷൻ. അപ്പോൾ ടോട്ടൽ മോൾസ് ഒരാളുടെ മോള്, അതാണ് അതിൻ്റെ ഫ്രാക്ഷൻ ആയിരിക്കും. അത് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് കിട്ടുക. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ എടുക്കാം, സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ എടുക്കാം. രണ്ട് കമ്പോണൻ്റ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ്, ആ വൺ കമ്പോണൻറ്റ് സൊല്യൂട്ട് ആവാം, സോൾവെൻ്റ് ആവാം. ഏതിൻ്റെതാണോ എടുക്കുന്നത് ആ കമ്പോണൻ്റ് അവിടെ വരും. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് വരും. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻ്റ് വരും. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ.
ഇത് ഫ്രാക്ഷനാണ്, അതുകൊണ്ട് ഇൻറ്റു 100 വേണ്ട. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്നത് ഒരു എ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട് നിങ്ങൾക്ക്. സപ്പോസ് സോൾവെൻറ്റ് കൈ എ, മോൾ ഫ്രാക്ഷൻ ഓഫ് എ, ദാറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ number of moles of A plus number of moles of B is the mole fraction of one component. ഇവിടെ component A ആണ്. In the similar way, number of moles of B is equal to number of moles of B, sorry, not number of moles of B. നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? chi of B is equal to number of moles of B divided by number of moles of A plus number of moles of B. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഒരു സെയിം ഡിനോമിനേറ്റർ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസിലി ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇഫ് യു റൈറ്റ് chi A plus chi B is equal to Na plus Nb divided by Na plus Nb and that is equal to 1. ഇനി മൂന്നാമതൊരു കമ്പോണൻറ്റ് ടെർണറി സൊല്യൂഷൻ chi C ഉണ്ടെങ്കിലോ ഇവിടെ ഒരു പ്ലസ് സി വരും, എൻ സി വരും. അപ്പോഴും എന്തായിരിക്കും? Always the sum of the mole fraction chi A plus chi B plus etc. will be is equal to 1. The sum of the mole fraction is unity always. What is unity? Is equal to 1 always. The sum of the mole fraction. So if you know the mole fraction of one component in a binary solution, you can find out the other one by subtracting from 1. ഓക്കെ, ഒരാളുടേത് 0.75 ആണെങ്കിൽ മറ്റേത് 0.25 ആയിരിക്കും. ഒരാളുടേത് 0.6 ആണെങ്കിൽ മറ്റേത് 0.40 ആയിരിക്കും. ഒരാളുടേത് 0.5 ആണെങ്കിൽ മറ്റേ ആളുടേതും 0.5 ആയിരിക്കും. ഒരാളുടേത് 1 ആണെങ്കിലോ മറ്റേ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ 1 കമ്പോണൻറ്റേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ദ മോൾ ഫ്രാക്ഷൻ, ദ സം ഓഫ് ദ മോൾ ഫ്രാക്ഷൻ ഈസ് ഓൾവേസ് യൂണിറ്റി. അപ്പോൾ ഇവിടെ നമുക്കൊരു കൈ, അതായത് കൈനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫ്രാക്ഷന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദാറ്റ് ഈസ് കോൾഡ് മോൾ ഫ്രാക്ഷൻ. എന്തായിട്ട് മാറും? ദാറ്റ് വിൽ ബിക്കം മോൾ പെർസെൻറ്റ്. So you note this also, mole percent is equal to mole fraction into 100. Mass percent is equal to mass fraction into 100. Volume അതേപോലെ തന്നെ. So mole percent is mole fraction into 100 and the sum of the mole fraction is equal to unity always irrespective of the number of components. എത്ര n number of components ഉണ്ടെങ്കിലും എല്ലാം കൂടി ആഡ് ചെയ്താൽ 1 ആണ് കിട്ടുക. ഓക്കെ, നമ്മൾ ഇവരൊക്കെ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്സ് പഠിക്കുന്നുണ്ട് കേട്ടോ. മാസ് പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ, അടുത്ത ടേംസ് ഒക്കെ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്സ് പഠിക്കുന്നുണ്ട് നമ്മൾ അടുത്ത സെഷനിൽ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആൻഡ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ. The next term that is used to express the concentration is, that is the fifth one is, ഇത് നിങ്ങൾ പ്ലസ് 1 പഠിച്ചത് തന്നെയാണ്, molarity. Molarity. Molarity is also represented by capital M. Molarity is the number of moles of solute in 1 liter of solution. Number of moles of solute divided by volume of solution. But the volume of solution should be expressed in liter. There is a number of moles of solute per liter of the solution. Okay, നമ്മളത് ഫോർമുലേറ്റ് ചെയ്താണെങ്കിൽ നോർമലി അത് n by v ആണ്. നമുക്ക് വേണമെങ്കിൽ n2 by v എന്ന് എഴുതാം. മൊളാരിറ്റി ഈസ് ഇക്വൽ ടു n2 by v. v is the volume of solution, that is v1 plus v2. What is the unit of molarity? എല്ലാം പഠിച്ചതാണ് യൂണിറ്റ്. ഇവിടെ മോള്, താഴെ ലിറ്റർ. സോ മോൾ പെർ ലിറ്റർ. സിമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, സിമ്പിൾ ഈസ് ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എം. അപ്പോൾ നമ്മൾ ഇപ്പോൾ 1 മോളാർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ 1 മോൾ ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ. 2 മോളാർ സൊല്യൂഷൻ, 2 മോൾ ഓഫ് സൊല്യൂട്ട് ഇൻ 2 ലിറ്റർ. ഇതാണ് മൊളാരിറ്റി. മൊളാരിറ്റീനെ പറ്റി ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. മൊളാരിറ്റി ഈസ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, യൂണിറ്റ് പറഞ്ഞു, ഇക്വേഷൻ പറഞ്ഞു. Molarity of a mixture. നമ്മൾ 2 സൊല്യൂഷൻസ്, ഇപ്പോൾ ഒരു 2 മോളാർ സൊല്യൂഷനും ഒരു 5 മോളാർ സൊല്യൂഷനും കൂടി മിക്സ് ചെയ്താൽ അതൊരിക്കലും 7 മോളാർ സൊല്യൂഷൻ ആവത്തില്ല. നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ വി ഹാവ് എ ബീക്കർ ദാറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇവിടെ 2 മോൾ ഉണ്ട്, ദാറ്റ് ഈസ് ഇൻ 1 ലിറ്റർ, അതാണ് 2 മോളാർ. We have another beaker,
അതിൽ 5 മോൾ ഉണ്ട്, ദാറ്റ് ഈസ് ഇൻ 1 ലിറ്റർ. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനും കൂടി മിക്സ് ചെയ്യുമ്പോൾ വെൻ വി ആഡ് ദിസ് ടോട്ടൽ മോൾസ് എത്ര ആയിരിക്കും ഇൻ സൊല്യൂഷൻ? ടോട്ടൽ മോൾസ് ദാറ്റ് വിൽ ബി 7 മോൾ. മോള് എന്ത് ചെയ്യും? 2 മോൾ ഇതും 5 മോൾസ് അതും. സോ ദാറ്റ് വിൽ ബി 7 മോൾ. ബട്ട് ദ വോളിയം വിൽ ബിക്കം 2 ലിറ്റർ. 2 ലിറ്റർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോളിനെ ആഡ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എടുക്കണം. എന്ന് വെച്ചാൽ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു എൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ വി ടോട്ടൽ. ഓക്കെ, എൻ ടോട്ടൽ എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഓഫ് ദി ഫസ്റ്റ് സൊല്യൂഷൻ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഓഫ് ദി സെക്കൻഡ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി 2 സൊല്യൂഷൻസ്. ദാറ്റ്സ് ഈക്വൽ ടു എൻ ടോട്ടൽ ബൈ വി ടോട്ടൽ എന്ന് വെച്ചാൽ ദാറ്റ്സ് ഇസ് ഈക്വൽ ടു മൊളാരിറ്റി ഓഫ് എ മിക്സ്ചർ ഈസ് ഈക്വൽ ടു എന്താ വരിക? എൻ ടോട്ടൽ എന്ന് വെച്ചാൽ N1 plus N2. I am taking N1 is the number of moles of solute of the first solution and N2 is the number of moles of solute of the second solution divided by V1 plus V2. Divided by V1 plus V2. നമുക്ക് generally what is the definition of molarity? Molarity is equal to N by V ആണ്. N by V. N is equal to MV. അപ്പോൾ N1 എന്താ? N1 is equal to molarity of first into volume of first. N2 is equal to എന്താ? molarity of second into volume of second. ഇവിടെ 1 ഉം 2 ഉം സൊല്യൂട്ട് സോൾവൻ്റ് ഒന്നുമല്ല, ഫസ്റ്റ് സൊല്യൂഷൻ ആൻഡ് സെക്കൻഡ് സൊല്യൂഷൻ ആണ്. സോ N1 is equal to M1 V1 plus M2 V2 divided by V1 plus V2 is the molarity of a mixture. This will help you in solving the problems. Okay, M1 V1 plus M2 V2 divided by V1 plus V2. So this is the molarity of a mixture. Okay, one more thing that we'll going to discuss is molarity on dilution. നിങ്ങളുടെ കയ്യിൽ ഒരു 4 മോളാർ സൊല്യൂഷൻ ഉണ്ട്. അതായത് 4 മോൾ ഓഫ് സൊല്യൂട്ട് 1 ലിറ്ററിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. 4 മോൾ ഓഫ് സൊല്യൂട്ട് 1 ലിറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിസോൾവ് ചെയ്തപ്പോൾ അതിൻ്റെ മൊളാരിറ്റി എന്തായി? ദാറ്റ്സ് ഈക്വൽ ടു 4 മോളാറായി. അങ്ങനെയുള്ളൊരു സൊല്യൂട്ടിലേക്ക് ഞാനൊരു 1 ലിറ്റർ കൂടി വാട്ടർ ഒഴിച്ചാൽ, വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യും? +1 ലിറ്റർ വരും. അപ്പോൾ അത് 2 മോളാർ ആവും. കോൺസെൻട്രേഷൻ വിൽ ഡിക്രീസ്. കോൺസെൻട്രേഷനാണ് ഡിക്രീസ് ചെയ്തത്, നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ചെയ്യുന്നില്ല. 4 മോൾ സൊല്യൂട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് നിങ്ങൾ വാട്ടർ ആഡ് ചെയ്താൽ ആ 4 മോൾ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? ലൂസ് ആവുന്നുണ്ടോ? ഇല്ല. ആ 4 മോൾ അവിടെ ഉണ്ട്. ബട്ട് ദ വോള്യൂം ഈസ് ഇൻക്രീസിങ്, ദ കോൺസെൻട്രേഷൻ ഡിനോമിനേറ്റർ ഈസ് ഇൻക്രീസിങ്, ദ കോൺസെൻട്രേഷൻ ഈസ് ഡിക്രീസിങ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് മൊളാരിറ്റി ഓഫ് എ മിക്സ്ചർ പറഞ്ഞു, മൊളാരിറ്റി ഓൺ ഡൈല്യൂഷൻ. ഡൈല്യൂഷൻ മീൻസ് ഡിക്രീസിങ് ദ കോൺസെൻട്രേഷൻ ബൈ ആഡിങ് മോർ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ ഡൈല്യൂഷനിൽ നമുക്ക് മൊളാരിറ്റി എന്തായിരിക്കും? നമുക്ക് മൊളാരിറ്റി ഓൺ ഡൈല്യൂഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോള്യം ആണ്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോള്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റൻ്റ് ആണ്. വോള്യം എന്താണോ ആഡ് ചെയ്യുന്നത് അത് ഇവിടേക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ N എന്താണ്? കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. N കോൺസ്റ്റൻ്റ് ആണെന്ന് വെച്ചാൽ എന്താ? N1 is equal to N2 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഇതെന്താ? നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡൈല്യൂഷൻ. Number of moles before dilution is equal to number of moles after dilution. Number of moles before dilution is equal to number of moles after dilution. Okay, അപ്പോൾ കാരണം നമ്പർ ഓഫ് മോൾസ് മാറുന്നില്ലല്ലോ, വോള്യം മാത്രമല്ലേ മാറുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് N1 is equal to N2 എന്നുള്ളതിന് പകരം എന്ത് ചെയ്താം? M1 V1 is equal to M2 V2. കാരണം എന്താ? നമ്പർ ഓഫ് മോൾസ് is equal to മാസ്, molarity is equal to number of moles divided by volume. Number of moles is equal to MV എന്ന് അറിയാം. Okay, so on dilution M1 V1 is equal to M2 V2 is the equation. So you remember these two things, molarity on dilution and molarity of a mixture. Okay, next we are moving to a very important term, that is molality. Sixth one, molality, small letter m. Molality is a very similar term, that is number of
മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നെയാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ്, മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന സോൾവെൻറ്റ് മാത്രമാണ്. ഒരു യൂണിറ്റ് മാസ് ഓഫ് സോൾവെൻറ്റിൽ എത്ര മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്ന് വെച്ചാൽ മൊളാലിറ്റി സ്മോൾ ലെറ്റർ m is equal to number of moles of solute divided by mass of solvent, that is W1 in kilogram. That should be in kilogram. So the unit is what? Unit is mole kilogram inverse, mole per kilogram. Okay, അപ്പോൾ 1 മോളാൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? 1 മോൾ ഇൻ 1 kg സോൾവെൻ്റ് എന്നാണ്. ഓക്കെ, അത് ഒരു മീനിങ് ആണ്. സോ ദറ്റ് ഈസ് മൊളാലിറ്റി. സോ വി ആർ ഗോയിങ് ടു അനദർ ദ മോസ്റ്റ് യൂസ്ഫുൾ ടേം ഇൻ കെമിക്കൽ കാൽക്കുലേഷൻ ഈസ്, ദറ്റ് ഈസ് സെവൻത്ത് വൺ, ദറ്റ് ഈസ് നോർമാലിറ്റി. ഇതും നമ്മൾ +1 NCERT ഇല്ല, പക്ഷെ നമ്മൾ +1 എൻട്രൻസ് പോയിൻ്റായിട്ട് പഠിക്കുന്നുണ്ട്. നോർമാലിറ്റി ചെയ്യാൻ a very common term, normality. What is the definition of normality? Normality is, instead of number of moles, we'll discuss this in detail, number of equivalents, number of equivalents of solute, number of equivalents of solute divided by volume of solution. നമുക്ക് number of equivalents എന്താ നോക്കാം. Volume of solution in liter. Number of equivalents, that is number of equivalents of solute divided by volume of solution, that is normality. What is a unit? Unit is equivalence. Equivalence, EQ എന്ന് എഴുതാം, EQ എന്ന് എഴുതാം, equivalents per liter. Equivalents per liter. What is this number of equivalents? എന്താണ് ഈ number of equivalents? നോക്കാം. നമ്പർ ഓഫ് മോൾസിന് എന്ത് ചെയ്താലാണ് നമ്പർ ഓഫ് ഇക്വാലൻസ് കിട്ടുക? ഫോർ എക്സാമ്പിൾ, ഐ എം ടേക്കിംഗ് എ ഡൈല്യൂഷൻ റിയാക്ഷൻ, എ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, ദാറ്റ് ഈസ് HCl plus NaOH gives NaCl plus H2O. NaCl plus H2O. Another reaction, that is H2SO4 plus NaOH. ഞാൻ ബാലൻസ് ചെയ്യുന്നൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ കിട്ടും, ന്യൂട്രലൈസേഷൻ നടക്കും. എന്താവട്ടെ, ഞാനത് ബാലൻസ് ചെയ്ത് എഴുതിയിട്ടൊന്നുമില്ല. അവിടെ നിങ്ങൾക്ക് ഒരു സാൾട്ടും വാട്ടറും തന്നെ കിട്ടും. ഇപ്പോൾ HCl ഇവിടെ 1 മോളാണുള്ളത്, NaOH 1 മോളാണുള്ളത് റിയാക്റ്റൻ്റ്. ഇത് 1 മോളാണുള്ളത്, ഇതും 1 മോളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ HClഉം NaOHും ഈച്ച് 1 മോൾ എടുത്തപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ നടന്നിട്ടുണ്ട്. ഈ HCl 1 മോൾ എങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും? ഇല്ല. വി ഷുഡ് ടേക്ക് മോളാർ മാസ്. ഒരു മോളാർ മാസ് കോമ്പോണൻ്റ് എടുത്താൽ അതിൽ 1 മോൾ ഉണ്ടാവും. 1 മോളിൻ്റെ മാസാണ് മോളാർ മാസ്. ക്ലോറിൻ 35.5, സോ ദാറ്റ് ഈസ് 36.5 ഗ്രാം ആണ് നമ്മൾ എടുത്തത്. ആൻഡ് ദിസ് ഈസ് 40 ഗ്രാം. അപ്പോൾ 1 മോൾ കിട്ടി. ഇതൊരു മോൾ കിട്ടാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, 98 ഗ്രാം ആണ്, ഇത് 40 ഗ്രാം. അങ്ങനെ ആയപ്പോൾ ഇവിടെ കംപ്ലീറ്റ്, അതായത് 36.5 ഗ്രാം NaOHും 36.5 ഗ്രാം HClഉം 40 ഗ്രാം NaOHും എടുത്തപ്പോൾ അവിടെ കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ നടന്നു. ഇവിടെ 98 ഗ്രാം H2SO4ഉം 40 ഗ്രാം NaOHും എടുത്തപ്പം കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ നടന്നിട്ടുണ്ടാവില്ല. വൈ? ബിക്കോസ് ഇവിടെ ഓരോ HClനും ഒരു H+ ഉണ്ട്. ഇവിടെ ഓരോ NaOHനും ഒരു OH- ഉണ്ട്. ദേ ആർ കമ്പൈനിങ്, കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ്ഡ്. ഇവിടെ ഓരോ H2SO4ലും 2 H+ ഉണ്ട്. ഓരോ മോള് OH- ഒരു മോള് OH- ഉണ്ട്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ നടക്കുന്നില്ല, ബാലൻസ് ഒരു H+ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ നടക്കാൻ, അല്ലെങ്കിൽ NaOHൻ്റെ OH- ഇക്വാലൻ്റ് അല്ല ഇവിടുത്തെ H+, അവിടെ അത് ഇക്വാലൻ്റ് ആണ്. അപ്പോൾ NaOHൻ്റെ OH- ഇക്വാലൻ്റ് ആയിട്ടുള്ള H+ കിട്ടണമെങ്കിൽ എനിക്കിവിടെ 1 മോള് വേണ്ട, എനിക്ക് 1/2 മോള് മതി. അപ്പോൾ 1/2 മോളിൻ്റെ മാസ് എത്രയാണ്? 49 ഗ്രാം ആണ്. ഈ 49 ഗ്രാം എടുത്താൽ ഇവിടെ കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ നടക്കും. കാരണം എന്താ? ഇതിൻ്റെ പകുതി, 2 H+ൻ്റെ പകുതി H+ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു മോൾ H+, ഇവിടെ ഒരു മോൾ OH- കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ നടക്കും. എന്ന് വെച്ചാൽ NaOHൻ്റെ ബേസ് ആയിട്ടുള്ള NaOHന് ഇക്വാലൻ്റ് ആയിട്ട് H2SO4 കിട്ടണമെങ്കിൽ ഇവിടെ 49 ഗ്രാം ആണ്. എതിർത്താലും റിയാക്ഷൻ നടക്കും, പക്ഷേ ഇവിടെ സം ലെഫ്റ്റ് ബിഹൈൻഡ്. ഓക്കെ, അപ്പോൾ അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ മാസ് 49 ആണ്. സോ ദാറ്റ് ഈസ് ദ ഇക്വാലൻ്റ് മാസ്.
Equivalent mass of H2SO4. ഇതിന് equivalent ആയിട്ട് 1 തന്നെയാണ്. So the equivalent mass is 36.5 gram. So in case of acid base reaction, what is equivalent mass? ഇവിടെ നമുക്ക് equivalent mass, number of equivalents അവിടെ നിൽക്കട്ടെ, equivalent mass is equal to molar mass 98 divided by H പ്ലസിൻ്റെ എണ്ണം. അതിന് പറയുന്ന പേരെന്താ? ബേസിസിറ്റി. H പ്ലസിൻ്റെ എണ്ണം അത് ബേസിസിറ്റിയാണ്. Number of OH minus required to neutralize that H plus, that is basicity. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ബേസിൻ്റെ കാര്യത്തിൽ ഇക്വലൻ്റ് മാസ് എന്തായിരിക്കും? മോളാർ മാസ് ഡിവൈഡഡ് ബൈ അസിഡിറ്റി. അത് റിഡോക്സ് റിയാക്ഷനിലോ, ദാറ്റ് ഈസ് മോളാർ മാസ്. റിഡോക്സ് എന്ന് വെച്ചാൽ എന്താ? ഓക്സിഡേഷൻ ഈസ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആൻഡ് റിഡക്ഷൻ ഈസ് ആക്സെപ്റ്റിംഗ് ഇലക്ട്രോൺസ്. അപ്പോൾ ദാറ്റ് ഈസ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ് ആണ് റിഡോക്സ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്. മൂന്ന് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. വേറെയും കോൺസെപ്റ്റ്സ് ഉണ്ട്, സാൾട്ടുകൾക്കൊക്കെ ഉണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്, ഞാനിവിടെ ഇക്വാലൻ്റ് മാസിൻ്റെയോ നമ്പർ ഓഫ് ഇക്വാലൻസിൻ്റെയോ ഡീറ്റെയിൽസിലേക്ക് പോകില്ല. ദാറ്റ്സ് ഓൾ വി ആർ സ്റ്റഡിയിങ് ഇൻ സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്, മോളാർ മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്. അങ്ങനെയാണെങ്കിൽ ഈ അസിഡിറ്റി, ബേസിസിറ്റി പോലെയുള്ള കാര്യങ്ങൾ, അസിഡിറ്റി അവിടെ ഉണ്ട്, ബേസിസിറ്റി ഇവിടെ ഉണ്ട്, അസിഡിറ്റി ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളതിന് നമുക്ക് വി ആർ യൂസിങ് എ ടേം, ദാറ്റ് ഈസ് വാട്ട്? ഇക്വാലൻ്റ് മാസ് is equal to molar mass divided by n factor. Equivalent mass is equal to molar mass divided by n factor. N factor is acidity in case of bases, basicity in case of acids, number of electron transferred in case of redox reaction. സാൾട്ടിനൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇക്വാലൻ്റ് മാസ് കിട്ടിയാൽ മോളാർ മാസിന് എന്തുകൊണ്ടോ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. നമ്മൾക്കറിയാം ആക്ച്വൽ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ ഇവിടെ ഞാൻ ആക്ച്വൽ മാസ് തന്നെ എടുക്കുന്നു. ഡിവൈഡഡ് ബൈ മോളാർ മാസിനെ ഞാൻ എൻ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നെ ഇക്വാലൻ്റ് മാസ് എന്നാ പറയാം. അപ്പോൾ ഇക്വാലൻ്റ് മാസ് എടുത്താൽ ഒരിക്കലും മോളിൻ്റെ എണ്ണം കിട്ടില്ലല്ലോ. എന്താ കിട്ടുക? നമ്പർ ഓഫ് ഇക്വാലൻസാണ് കിട്ടുക. നമ്പർ ഓഫ് ഇക്വാലൻസ് എന്നും പറയാം, ഓർ നമ്പർ ഓഫ് ഗ്രാം ഇക്വാലൻസ് എന്നും പറയാം. നമ്പർ ഓഫ് ഗ്രാം ഇക്വാലൻസ് സിംപ്ലി ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. Number of equivalents or number of gram equivalents is equal to the given mass divided by equivalent mass. Equivalent mass is molar mass divided by n factor. For acid base reaction, neutralization reaction, n factor is acidity and basicity. Okay, so you note these points just to have a review of what we have done. ഇവിടെ എല്ലാം ഉണ്ട്, അത് എക്സാമ്പിൾസ് ആണ്. Equivalent mass is equal to molar mass by basicity, molar mass and all, everything is here. You just note down this. Okay. These are the definition. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ നമ്പർ ഓഫ് ഇക്വാലൻസിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നോർമാലിറ്റി ആക്കി. എങ്ങനെ? നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വാലൻസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ആ നമ്പർ ഓഫ് ഇക്വാലൻസ് ആണിത്. ഓക്കെ, ആ നമ്പർ ഓഫ് ഇക്വാലൻസ് ഇവിടെ എഴുതിയ നമ്പർ ഓഫ് ഇക്വാലൻസ് ആണിത്. ആ നമ്പർ ഓഫ് ഇക്വാലൻസിലുള്ള ഇക്വാലൻ്റ് മാസ് ആണിത്. ഓക്കെ, നമ്പർ ഓഫ് ഇക്വാലൻസിൽ ഇക്വാലൻ്റ് മാസ് എന്ന് വെച്ചാൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, വി ആർ മൂവിങ് ടു അത് നമ്മൾ നേരത്തെ മൊളാരിറ്റിയിൽ പറഞ്ഞു. മൊളാരിറ്റി നോർമാലിറ്റി തമ്മിലുള്ള ഒരൊറ്റ വ്യത്യാസം മോളാർ മാസ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? മോളാർ മാസിനെ എൻ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നോർമാലിറ്റി
of a mixture. Normality of a mixture. അപ്പോൾ നമുക്കിവിടെ എന്തായിരിക്കും? നോർമാലിറ്റി ഓഫ് മിക്സ്ചർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസിന് പകരം നമ്പർ ഓഫ് ഇക്വാലൻസ് ഓഫ് 1 പ്ലസ് നമ്പർ ഓഫ് ഇക്വാലൻസ് ഓഫ് 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യൂം എന്ന് വെച്ചാൽ എന്താ? V1 പ്ലസ് V2. നിങ്ങൾക്കറിയാം നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വാലൻസ് ഡിവൈഡഡ് ബൈ വോള്യൂം ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇക്വാലൻസ് ഇസ് ഈക്വൽ ടു നേരത്തെ NV പോലെ നേരത്തെ MV പോലെ ഇതെന്താണ്? NV ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വാലൻസിന് പകരം N1 V1 പ്ലസ് N2 V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 ആണ്. V1 പ്ലസ് V2 ഡെറിവേഷൻ ആണ് കംപ്ലീറ്റ്. സോ ദിസ് ഈസ് ദ നോർമാലിറ്റി ഓഫ് എ മിക്സ്ചർ. നോർമാലിറ്റി ഓഫ് എ മിക്സ്ചർ N1 V1 പ്ലസ് N2 V2 ഡിവൈഡ് ബൈ V1 പ്ലസ് V2. ഇനി ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടല്ലോ. വാട്ട് ഈസ് ദാറ്റ്? നോർമാലിറ്റി ഓഫ് ഓൺ ഡൈല്യൂഷൻ. നോർമാലിറ്റി ഓൺ ഡൈല്യൂഷൻ. നോർമാലിറ്റി ഓൺ ഡൈല്യൂഷൻ. ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഇക്വാലൻസ് ഓഫ് 1 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വാലൻസ് ഓഫ് 2. അത് മാറുന്നില്ലല്ലോ, വോള്യം അല്ലേ മാറുന്നത്. പക്ഷെ V1 നോട്ട് ഈക്വൽ ടു V2. ബട്ട് V1 നോട്ട് ഈക്വൽ ടു V2. ഇത് നേരത്തെ കേസിലെ പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇക്വാലൻസ് N1 V1 ഇസ് ഈക്വൽ ടു N2 V2. ദിസ് ഈസ് ദ ഇക്വേഷൻ വെൻ വി ഡൈല്യൂട്ട് എ solution and we are calculating the normality, that is the change in normality. And the last term, not the last term, there are two, the second last term, that is formality. അങ്ങനെ ഒരു ടേം ഉണ്ടോ? ഫോർമാലിറ്റി. ഹോപ്പ് യു റിമെമ്പർ ഫോർമുല മാസ്. ഫോർമുല മാസ് എന്ന് പറയുന്ന ടേം ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് ഫോർമുല മാസ്? ഫോർമുല മാസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. NaCl സ്ട്രക്ചർ എടുത്താൽ സോളിഡ് സ്റ്റേറ്റിലും പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയറിലും പഠിച്ചിട്ടുണ്ട് ഫോർമുല മാസ്. ഫോർമുല മാസ് പഠിച്ചത് +1 ഫസ്റ്റ് ചാപ്റ്ററിലാണ്. NaCl സ്ട്രക്ചർ നിങ്ങൾ സോളിഡ് സ്റ്റേറ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ NaCl ഈസ് നോട്ട് എ സിംഗിൾ എൻറ്റിറ്റി. ദ കോർഡിനേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 6 എന്ന് വെച്ചാൽ ഈച്ച് Na+ ഈസ് സറൗണ്ടഡ് ബൈ 6 Cl- ആൻഡ് ഈച്ച് Cl- ഈസ് സറൗണ്ടഡ് ബൈ 6 Na+. എന്ന് വെച്ചാൽ ഒരൊറ്റ യൂണിറ്റ് സെൽ എടുത്താൽ അവിടെ 6 NaCl മോളിക്യൂൾസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് ഇവർക്ക് നിൽക്കില്ല. ദിസ് ഇസ് ഹാവിങ് എ നെറ്റ്വർക്ക് സ്ട്രക്ചർ. നെറ്റ്വർക്ക്, എ ക്ലോസ്ലി പാക്ഡ് 3-dimensional സ്ട്രക്ചർ. അപ്പോൾ ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് ഇവരുള്ളത്. ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട്, ഒരൊറ്റ NaCl എൻറ്റിറ്റി ആയിട്ട് ഇവരെന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ മാസ് എടുക്കുമ്പോൾ ഈ 6 യൂണിറ്റിൻ്റെ മാസ് എടുക്കേണ്ടി വരും ഇതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ. കാരണം ഇതിൻ്റെ മോളിക്യൂൾ സിംഗിളായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ എത്ര പേര് നിൽക്കുന്നോ അത്രയും പേരുടെ മാസ് എടുക്കേണ്ടി വരും. പക്ഷേ നമ്മളങ്ങനെ എടുക്കുന്നില്ല. നമ്മളങ്ങനെ എടുക്കുന്നതിന് പകരം ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഫോർമുല എഴുതുന്നു. ആ ഫോർമുലയിൽ എന്താണോ ആക്ച്വൽ മോളിക്യൂൾ ഇങ്ങനെയല്ല. ആക്ച്വൽ മോളിക്യൂളിൽ ഓരോ Na+ന് ചുറ്റും എന്തുണ്ട്? സറൗണ്ട് ചെയ്തുകൊണ്ട് 6 Cl-ഉം ഓരോ Cl-നും സറൗണ്ട് ചെയ്തുകൊണ്ട് 6 Na+ഉം ഉണ്ട് എന്നുള്ളതാണ് ആക്ച്വലി ഉള്ളത്. പക്ഷേ നമ്മളത് നോക്കാണ്ട് അതിൻ്റെ ഒരൊറ്റ സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് എഴുതിയിട്ട് ഇതിനെ 23 + 35.5 ഇസ് ഈക്വൽ ടു 58.5 ഗ്രാം എന്ന് എഴുതാറുണ്ട്. എന്നിട്ട് നമ്മളതിനെ മോളിക്കുലാർ മാസ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മോളാർ മാസ് എന്ന് വിളിക്കാറുണ്ട്. മോളാർ മാസ് ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. 1 മോൾ എനി സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് മോളാർ മാസാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഈ മോളിക്യൂളിൻ്റെ മാസല്ല. കാരണം ഈ മോളിക്യൂൾ ഇങ്ങനെയാണുള്ളത്, ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സാണ്, ഞാൻ വരക്കുന്നില്ല. അപ്പോൾ ഇതെന്താണ്? ഈ ഫോർമുല എങ്ങനെയാണോ എഴുതിയത്, ഫോർമുല റൂൾ അനുസരിച്ച് എങ്ങനെയാണോ എഴുതിയത്, അതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ അനുസരിച്ചാണ് എഴുതിയത്. ആ എഴുതിയതനുസരിച്ചുള്ള ഇതിൻ്റെ മാസാണ് ഫോർമുല മാസ്. ഫോർമുലയിലുള്ള മാസ് ഫോർമുല മാസ്. ഓക്കെ, സോ ഫോർമുല മാസ് of a substance എന്ന് വെച്ചാൽ we are calculating mainly for ionic compounds that does not exist as a single entity. We are taking just the mass of the components present just in the formula. അത് കാൽക്കുലേറ്റ് ഫോർമുല മാസ്. അപ്പോൾ ഈ ഫോർമുല മാസ് ആണ് എടുക്കുന്നതെങ്കിൽ, മോളാർ മാസ് ആണ് എടുക്കുന്നതെങ്കിൽ മൊളാരിറ്റി, ഫോർമുല മാസ് ആണ് എടുക്കുന്നതെങ്കിൽ ഫോർമുല മാസ് ആണ് എടുക്കുന്നതെങ്കിൽ ഫോർമാലിറ്റി, ഇക്വാലന്റ് മാസ് ആണ് എടുക്കുന്നതെങ്കിലോ ഇക്വാലന്റ് മാസ് ആണ് എടുക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ദാറ്റ്? Normality. So, formality F is equal to number of
മറ്റത് മോളാർ നമ്പർ ഓഫ് മോൾസ് എന്നാണ്, മറ്റത് നമ്പർ ഓഫ് ഇക്വാലൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം ഇക്വാലൻസ് ആണ് നോർമാലിറ്റി. ദിസ് ഇസ് നമ്പർ ഓഫ് ഗ്രാം ഫോർമുല മാസ് ഓഫ് സൊല്യൂട്ട്. NCERT ഇല്ല ഇത് ഫോർമാലിറ്റി. ഫോർമുല മാസ് ഉണ്ട്. വോള്യം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ നമ്പർ ഓഫ് ഗ്രാം ഫോർമുല മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നമ്പർ ഓഫ് ഗ്രാം ഫോർമുല മാസ് അല്ലെ ഫോർമുല വെയിറ്റ്? എന്താ? ആക്ച്വൽ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസോ ഇക്വലൻ മാസോ അല്ല, എന്താണ് ഫോർമുല മാസ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല മാസ് പിന്നെ NaCl നമ്മൾ എത്ര എടുക്കും? 58.5 എന്ന് എടുക്കും. ജസ്റ്റ് ഇത് മോളാർ മാസ് തന്നെയാണ്, ബട്ട് ദ ഡെഫിനിഷൻ ഈസ് ഡിഫറെൻറ്റ്. സോ ദിസ് ഈസ് ഫോർമാലിറ്റി. അപ്പോൾ മൊളാരിറ്റിക്ക് എന്ത് റിലേഷൻ ഉണ്ടോ അതേപോലത്തെ റിലേഷനൊക്കെ ഫോർമാലിറ്റിക്ക് ഉണ്ടാവും. കാരണം എന്താ? M1V1 = M2V2 ആണെങ്കിൽ F1V1 = F2V2. ഓക്കെ. അതേപോലെ ഫോർമാലിറ്റി ഓഫ് എ മിക്സ്ചർ = F1V1 + F2V2 / V1 + V2. അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് കോമൺലി അധികം ക്വസ്റ്റ്യൻസ് വരാറില്ല. ബട്ട് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ഫോർമാലിറ്റി. ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, അതേപോലെ തന്നെ ഫോർമാലിറ്റി എല്ലാം. അതിൽ വിച്ച് ഓൾ ആർ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. നമുക്ക് മൊളാരിറ്റി എടുത്തപ്പോൾ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോള്യം. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ്. ഓക്കെ. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വാലൻസ് ഡിവൈഡ് ബൈ വോള്യം. ഫോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫോർമുല വെയിറ്റ് ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഇതിൽ വോള്യം ഡെഫിനറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ വോള്യം ഈസ് ഡയറക്ട്ലി എഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ വോള്യം കൂടും. അതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മാത്രമേ മൊളാരിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മാത്രമേ നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കൂടി ഉണ്ടാവും. ഫോർമാലിറ്റിയും അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം, സ്മോൾ ലെറ്റർ m കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം എന്താ? ദ മാസ് ഈസ് നോട്ട് ദ നമ്പർ ഓഫ് മോൾസ് ആർ നോട്ട് എഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്? ആർക്കാണോ വോള്യം ഉള്ളത് അവരവിടെ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് വിൽ ബി എഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ. അപ്പോൾ മൊളാരിറ്റി എഫക്റ്റഡ് ആണ്, നോർമാലിറ്റി എഫക്റ്റഡ് ആണ്, ഫോർമാലിറ്റി എഫക്റ്റഡ് ആണ്. പക്ഷേ എന്തില്ല? മൊളാലിറ്റി ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ. ഇനി നിങ്ങൾ മോൾ ഫ്രാക്ഷൻ എടുത്താലോ? മോൾ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഡിവൈഡഡ് ബൈ n ടോട്ടലാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് A പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് B. നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ച് ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് എഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ. അപ്പോൾ നോർമലി എഫക്റ്റഡ് ആയിട്ടുള്ളത് മൊളാലിറ്റി ആൻഡ് ഫോർമാലിറ്റി ആണ് ഈ ഇമ്പോർട്ടൻറ്റ് കേസുകളിൽ. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് ടേം ദാറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഈസ് ദാറ്റ് ഓൾസോ യു സ്റ്റഡീഡ് ഇൻ +1. ദാറ്റ് ഈസ് രണ്ട് റിലേറ്റഡ് ടേംസ് ആണ്. ദാറ്റ് ഈസ് പാർട്സ് പെർ മില്യൺ. നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. PPM എന്ന് പറയും. PPM പാർട്സ് പെർ മില്യണും ഉണ്ട്, പാർട്സ് പെർ ബില്യണും ഉണ്ട്. PPM നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ്സ്, എത്ര ഫ്ലൂറൈഡ്, എത്ര സൾഫേറ്റ്, എത്ര നൈട്രേറ്റ് പിന്നെ അലൗഡ് ആണ്, ബ്ലൂ ബേബി സിൻഡ്രം, മെത്തമോഗ്ലോബിനീമിയ എന്നൊക്കെ ലാസ്റ്റ് ചാപ്റ്ററിൽ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പാർട്സ് പെർ മില്യൺ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. PPM ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്സ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ number of parts of solution. And million actually percent എന്ന് പറയുമ്പോൾ നമ്മൾ 10⁻²00 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അത് per 100 ആണ്. PPH ആണ്, പാർട്സ് പെർ 100. ഇത് പാർട്സ് പെർ മില്യൺ എത്രയാണ്? മില്യൺ ഈസ് 10⁻6. 10⁻³ is 1000, 10⁻4 is 10,000, 10⁻5 is lakh, and 10⁻6 is 10 lakh. 10 lakh is million. So 10⁻6. എന്താ ഈ പാർട്സ് നമ്മൾ നോർമലി എടുക്കുക? മാസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ. സിംപ്ലി
ലെറ്റ്സ് ടേക്ക് മാസ് ഓഫ് സൊല്യൂട്ട്, മാസ് പെർസെൻറ്റ് പോലെ തന്നെ, ആൻഡ് മാസ് ഓഫ് ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. പക്ഷേ ഇൻറ്റു 100 അല്ല, ഇൻറ്റു 10⁶. കാരണം അത്രയും മൈനർ ട്രേസർ ക്വാണ്ടിറ്റീസ്, ട്രേസർ എമൗണ്ട്സ് ഉള്ള കമ്പോണൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർട്സ് പെർ, 1 മില്യണിൽ എത്ര പാർട്ട്, ഓക്കെ, ഇൻറ്റു 10⁶. ദാറ്റ് ഈസ് ppm. ആൻഡ് എ വെരി റിലേറ്റഡ് ടേം ദാറ്റ് ഈസ് ppb. What is ppb? Let it be here. ppb. ppb is parts per billion. Parts per billion, ppb. എന്താ ഇതേപോലെ തന്നെ നമ്പർ ഓഫ് പാർട്സ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁹. അപ്പോൾ സിംപ്ലി ഞാൻ ലാസ്റ്റ് ഇക്വേഷൻ ഇതാണ്, മാസ് ഓഫ് സൊല്യൂട്ട് 10⁶ പകരം 10⁹ വരും. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁹. വാട്ട് ഈസ് 10⁹? 100 crore, 100 കോടി. 10⁶ is 10 lakh, 10⁷ is 1 crore, and 10⁸ is 10 crore, and 10⁹ is 100 crore, and that is billion, parts per billion. അത്രയും മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാൻ, ആ കോൺസെൻട്രേഷൻ പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമാണ് parts per billion, ppb. Okay, that's all for this session. In this session we already discussed the solvation, dielectric constant, etc., and very important topic, the terms used to express the concentration of solution. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് molality, normality calculations. And in the next class we will discuss the interrelationship between these terms used to express the concentration of solution. Interrelationship also important. Okay, that means the relationship between, for example, molarity and mass percentage, etc. Okay, so you study this topic very well, and stay safe and stay tuned. Thank you.